പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ടേ പലർക്കും പല കറികളാണ് ഇഷ്ടം കേട്ടോ. ചിലർക്ക് പുട്ടും പഴവും ഇഷ്ടം, ചിലർക്ക് തലേന്നത്തെ മീൻ കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്, ചിക്കൻ കറി ഇഷ്ടമാണ്, ബീഫ് കറി ഇഷ്ടമാണ്, പയറ് കറി, പരിപ്പ് കറി. ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി കടല മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് ഒലത്തിയെടുത്ത കടലക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ആവശ്യമായിട്ടുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കടല കറിയായിട്ടും വെക്കാറുണ്ട്, ഇങ്ങനെ മെഴുക്ക് വരട്ടാറുണ്ട് കേട്ടോ. ഇങ്ങനെ മെഴുക്ക് വരട്ടിയതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഇഞ്ചിയൊക്കെ ഇട്ട മസാല ചായയും കൂടിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി ഏതാണെന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ കടല മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആവശ്യമായിട്ടുള്ളവരും കമൻറ്റ് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായ മസാല ചായ, കടല മെഴുക്ക് വരട്ടിയത്, നല്ല സോഫ്റ്റ് പുട്ട് ഒക്കെ കുട്ടിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റെസിപ്പി ആവശ്യമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ഇടുക. എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല പനി, ചുമയും, ശ്വാസം മുട്ടൊക്കെയാണ്. എന്തൊരു പൊടിയാണല്ലേ ഇപ്പം, നല്ല ചൂടും അതുപോലെ തന്നെ പൊടിയും. അപ്പോൾ അത് കാരണം എനിക്ക് വോയിസ് ഇടാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.